ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും അതേ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്നത്തെയും പോലെ സുപ്പ് ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി കിടുക്കാച്ചി ബ്യൂട്ടി ടിപ്പുമായിട്ടാണ്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ വരെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോഴേ നിങ്ങൾ ചെയ്ത് നോക്കണം. എളുപ്പത്തിനുള്ള കിടുക്കാച്ച ഐറ്റമാണ് സുപ്പ് കാണിച്ചിരുന്നത്. വേഗത്തിന് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളും കൊണ്ടൊക്കെയാണല്ലോ നമ്മൾ എന്നും ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ വീട്ടിലുള്ള രണ്ട് ഐറ്റം കൊണ്ട് മാത്രമാണ് നമ്മളിത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയട്ടെ. നമ്മുടെ രക്തചന്ദനവും വേണം. കടുക് വറക്കാൻ നമ്മൾ വെളിച്ചെണ്ണ എടുക്കുമല്ലോ. അപ്പോൾ ആ വെളിച്ചെണ്ണയും നമ്മുടെ രക്തചന്ദനവും കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ടിപ്പ് കാണിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കണം. കിഡ് റിസൾട്ടാണ്. രക്തചന്ദനത്തിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ കട്ടയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെച്ച് ചെയ്ത് നോക്കൂ നിങ്ങൾ. എൻ്റെ സുപ്പിൻ്റെ കയ്യിലെ പൊടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി കട്ട വാങ്ങിക്കാം. നമ്മളെ ഇത് തീരുമ്പോഴത്തേന് ഞാൻ അങ്ങാടിക്കടയിൽ പോയി കട്ട വാങ്ങിക്കാം. പിന്നെ ഇന്നലെ ഒരു കടയിൽ ചെന്നപ്പോൾ ഞാൻ പക്ഷേ അതും അങ്ങാടിക്കടയിൽ പോയി നമുക്ക് വാങ്ങിക്കാം കേട്ടോ. അങ്ങാടിക്കടയിലല്ല, വേറെ ഷോപ്പിലാണ് ഞാൻ പോയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതും കൊണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതെന്തായാലും തീർന്നിട്ട് ഞാൻ കട്ട വാങ്ങിക്കാൻ പോകുന്നുള്ളൂ. നോക്കട്ടെ നമുക്ക് കിട്ടുമെന്ന്. കട്ടായിട്ട് അതാണ് നല്ലത്. അപ്പോഴേ നമുക്ക് ആവശ്യമുള്ള രക്തചന്ദനം എടുക്കണം, പൊടി എടുക്കണം കേട്ടോ. 1 സ്പൂണ്. അപ്പോഴത് ചാലിക്കാൻ ഉള്ള അളവിൽ നമ്മൾ വെളിച്ചെണ്ണ എടുക്കണം. അത് ഞാൻ അളവ് പറയുന്നില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പോഴത് നമുക്ക് ചാലിച്ചെടുക്കണം. അങ്ങനെ അത് ആ അളവിൽ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇടാൻ പാകത്തിന് നമുക്ക് എടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം മിക്സ് ചെയ്യാൻ വേണ്ടി. വേറെ ഒന്നും ഒഴിക്കരുത്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കിടുക്കാച്ചി പായ്ക്ക് തന്നെയാണ്. അപ്പോൾ ഇന്നലത്തെ കമൻറ്റിൽ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് സുപ്പിൻ്റെ കിടുക്കാച്ചി ഞങ്ങൾ ആരും എടുത്തിട്ടില്ലെന്ന്. ഈ എടുത്തവരെന്തായാലും വേഗം തന്നെ എൻ്റെ കിടുക്കാച്ചി എനിക്ക് തിരിച്ചു തരണം കേട്ടോ. ചൂടൊക്കെ ആയി തുടങ്ങിയല്ല അതൊക്കെ നല്ല ചൂടും ആയിട്ടുണ്ട്. നമുക്ക് രാവിലെ നല്ല ജോലിപ്പാടിന് തരികയും ചെയ്യുന്നുണ്ട്. കരിയില്ല കേട്ടോ. ഞാൻ രാവിലെ ഇപ്പോൾ ഇറങ്ങി തൂക്കും. നല്ല സുഖം അപ്പോഴും തൂക്കാൻ. നല്ലൊരു ഉഷാറൊക്കെ കിട്ടും. അപ്പോഴേ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നു. എടി തുമ്പി പെണ്ണേ മാടി ഈ പായ്ക്കിടാന് തുമ്പിയുണ്ട് എൻ്റെ അടുത്ത്. ചിത്രശലഭമുണ്ട്. ചിത്രശലഭം ഒരു വെള്ളയുണ്ടല്ലോ, അവൾ എപ്പോഴും ഉണ്ട് എൻ്റെ അടുത്ത്. തുമ്പി പെണ്ണേ വാവാ തുമ്പച്ചോട്ടിൽ വാവാ. അപ്പോഴും നമുക്ക് നമ്മുടെ പായ്ക്കൊക്കെ ഇടാം. ഈ പരുവത്തിന് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇട്ടോളൂ നിങ്ങൾ. തോന എടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് തികയത്തില്ല കേട്ടോ. ഞാൻ ഈ 1 സ്പൂൺ എന്നൊക്കെ പറയുന്നത് എനിക്ക് തോനയൊക്കെ എടുത്തു. നിങ്ങളുടെയൊക്കെ മുഖം വലുതാണോ? അപ്പോഴതേ സുപ്പിൽ ഫുള്ള് ഇട്ട് കാണിക്കും. അല്ലെങ്കിൽ ഒത്തിരി സമയം എടുക്കത്തില്ല. അത്രയും സമയമൊന്നും നമുക്ക് എടുക്കണ്ട കേട്ടോ. സുപ്പ് ഇട്ടിട്ട് വരാം. മുഖം നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മേക്കപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകി മാറ്റിയിട്ട് ഇപ്പം ഞാൻ കുളിച്ചിട്ട് വന്നിരിക്കും കേട്ടോ. ചന്ദനം ഒന്നും ഇട്ടില്ല. നമ്മുടെ പായ്ക്ക് ഇടാൻ വേണ്ടി കേട്ടോ. അന്നേരം നമ്മൾ ചന്ദനം ഇടാനൊക്കത്തില്ലല്ലോ. കുളിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ടിരിക്കാം മുഖം. അപ്പോഴും ഞാനിതൊന്ന് ഇടാം. ഇത്രയും ദൂരത്തിരിക്കുന്നുണ്ട് കാണാനും പറ്റുന്നില്ല. അപ്പോഴും ഞാൻ ഇട്ടിട്ട് വരാം കേട്ടോ. കൊള്ളാമല്ലേ? ഇപ്പമേ ഇത് ആരെങ്കിലും ഒന്ന് കണ്ടാൽ, എൻ്റെ സരസ് കണ്ടാൽ എപ്പം തറ വീണെന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ട് ഈ പായ്ക്ക് തേച്ചിട്ട് ഞാൻ കട്ടിലിൻ്റെ കീഴത്തെ കാണും. കട്ടിലിൻ്റെ കീഴത്ത് എങ്ങനെ കയറാനും, ബോക്സ് കട്ടിലിൻ്റെ കീഴത്ത് ഞാൻ എങ്ങനെ കയറും? എന്നാലും അതിനകത്ത് അറയുണ്ട്. ഞങ്ങളുടെ കട്ടിലിന് തറയുണ്ട്, അതിനകത്തെങ്ങനെ കയറിയിരിക്കാൻ കേട്ടോ. അപ്പോഴിത് ആരെങ്കിലും കണ്ടാൽ പേടിച്ചൂടും. അപ്പോഴാരും കണ്ട ഞാൻ പോയി പാത്തിരിക്കട്ടെ. അപ്പോഴും നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞ് ഇത് തുടച്ച് മാറ്റി കരിയിട്ടൊക്കെ വരാം. കഴുകണം കേട്ടോ. കഴുകാം. 15 മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ. അത്ര നേരം നമുക്ക് പാത്തിരിക്കാം. ഇല്ലെങ്കിൽ ഈ മുഖം അല്ലാത്തതാണെങ്കിൽ വേണ്ടിയല്ല. ഈ ഒരു മുഖം ആരെങ്കിലും കണ്ടപ്പോൾ ഒരു ചപ്പടും പറഞ്ഞ് പറയും. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം കേട്ടോ.
നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട 15 മിനിറ്റായി. ഇതിലെ നമ്മളിലെ മൈലാഞ്ചിയുടെ കളറൊക്കെ ആവും കേട്ടോ. പിന്നെ എന്തോ ഒരു കളറ് പോലെ ആവും. പിന്നെ കൂളിങ് തണുപ്പായിട്ടൊന്നും നമുക്ക് അനുഭവപ്പെടത്തില്ല. ഇത് നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്തല്ലേ മിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തുടച്ച് മാറ്റണം, നന്നായിട്ട് തുടച്ച് മാറ്റണം. വെളിച്ചെണ്ണ ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ ഇങ്ങനെ നന്നായിട്ട് ഒരു പണിയുണ്ട്. നന്നായിട്ട് ഇങ്ങനെ തുടച്ച് മാറ്റണം കേട്ടോ. പിന്നെ നമ്മൾ കഴുകാം. അത് സോപ്പിട്ടൊന്നും കഴുകരുത്, ഒത്തിരി പണിയുണ്ട്. ആദ്യം നമ്മളിങ്ങനെ നമ്മുടെ ടിഷ്യൂ വെച്ച് ഇങ്ങനെ തുടച്ച് മാറ്റിയിട്ട് നമുക്കിങ്ങനെ കഴുകിക്കൊണ്ട് വരാം കേട്ടോ. ഇച്ചിരി പണിയുണ്ട് ഇത്, ഇച്ചിരി മെനക്കേടാണിത്. നമ്മളിങ്ങനെ തുടച്ച് മാറ്റണം കേട്ടോ. വെളിച്ചെണ്ണ ആയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് കഴുകി മാറ്റാനൊക്കെ പറ്റും. ഒരു പാടുള്ളൂ, പക്ഷെ പായ്ക്ക് നല്ലതാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണം. ഞാൻ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും കഴുകുന്നില്ല, ഞാൻ കഴുകിക്കൊണ്ട് വരാം കേട്ടോ. ഇതാ നമ്മുടെ രക്തചന്ദനമൊക്കെ ഇട്ട് ചുമന്ന് തുടുത്തൊക്കെ വന്നു. ഒരു 2-3 ടിഷ്യൂവിൻ്റെ ഒരു ചിലവുണ്ട്, അതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ പായ്ക്ക് പെട്ടെന്ന് വെള്ളം ഒഴിച്ച് കഴുകരുത്. ഇതേമാതിരി തുടച്ച് മാറ്റിയിട്ട് നമ്മൾ വേറൊരു തുണി വെച്ച് തുടച്ചെടുക്കുകയോ കഴുകിയെടുക്കുകയോ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ തുടച്ച് മാറ്റണം. അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയല്ലേ ഇതിന് നമ്മൾ മിക്സ് ചെയ്തേക്കുന്നത്. അന്നേരം കുഴയത്തേ ഉള്ളൂ. ഞാൻ അതാ പറഞ്ഞത്, ഇങ്ങനെ ടിഷ്യൂവോ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ച് നമ്മൾ ഇത് തുടച്ച് മാറ്റിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് തുടച്ചെടുക്കാൻ. നല്ല കളർ കിട്ടാൻ നല്ലതാണ്. പക്ഷേ കൂളിംഗ് ആയിട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണയാണ് മിക്സ് ചെയ്തേക്കുന്നത് കേട്ടോ. കൂളിംഗ് ഒന്നും കിട്ടത്തില്ല. പക്ഷേ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും കേട്ടോ. നിങ്ങൾ കുളിക്കുന്നതിന് മുന്നൊക്കെ പോയി ചെയ്ത്, അഥവാ അങ്ങനെ ചെയ്യേണ്ടവരാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കൂ. ഇതിപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞാണല്ലോ ചെയ്ത് കാണിച്ചത് കേട്ടോ. കളർ കിട്ടാൻ നല്ല അടിപൊളി ഒരു പായ്ക്കാണ് കേട്ടോ. ചെയ്ത് നോക്കണം, അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ആഴ്ചയിലോ 1-2 പ്രാവശ്യമൊക്കെ അല്ലെങ്കിൽ ചെയ്താൽ മതി. എന്നും തുടർച്ചയായിട്ട് ചെയ്യണമെന്നൊന്നും പറയത്തില്ല. പക്ഷേ ഇത് സംഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, നല്ല റിസൾട്ടും കിട്ടും നമുക്ക്. വെളുത്തവരൊക്കെ വീണ്ടും വെളുത്തു തുടുക്കും, കറുത്തവരൊക്കെ അടിപൊളിയായിട്ട് വെളുത്തു വരും കേട്ടോ. നല്ല കളറ് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുമോ? എൻ്റെ തലയെ തൊട്ട് സത്യം ചെയ്ത് നോക്കുമോ? ഈ എളുപ്പത്തിനുള്ള ടിപ്പുകളൊക്കെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരും, ഈ പാവ സുഖമല്ലാതെ. ഈ രഹസ്യങ്ങളൊന്നും ഞാൻ പുറത്ത് ആർക്കും ഇതൊന്നും ഷെയർ ചെയ്യത്തില്ല. എൻ്റെ കൂട്ടുകാർക്ക് മാത്രമേ ഷെയർ ചെയ്യത്തുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ അവരും സുന്ദരിമാരാവണം, അവരുടെ മക്കളും സുന്ദരിമാരാവണം, അമ്മമാരുണ്ടെങ്കിൽ അവരെ സുന്ദരിയാക്കണം. പിന്നെ ചേട്ടന്മാർക്കുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല. അവരും ഒന്ന് സുന്ദരന്മാരാവട്ടെ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്തു കൊടുക്കരുത്. അങ്ങനെ ഇപ്പോൾ സൂഹിക്കണ്ട, ചേട്ടൻ അങ്ങനെ ഇപ്പോൾ സുന്ദരനാവണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർ ചെയ്തു കൊടുക്കണ്ട. എന്നാലും നമ്മുടെ ചേട്ടന്മാരല്ലേ, അങ്ങനെ പായ്ക്കൊക്കെ ഇടാനിരിക്കുന്ന ചേട്ടന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കൂ. ആദ്യമൊക്കെ എൻ്റെ ചേട്ടൻ പാവൻ ചേട്ടൻ കേട്ടോ വരത്തില്ല. ഞാൻ ചുമ്മാ മുഖമൊക്കെ നല്ലത് ഒന്ന് തണുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഞാൻ പായ്ക്കുകളൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. ഇരിക്കത്തൊന്നുമില്ല കേട്ടോ. പായ്ക്കിടുന്ന കാര്യമൊക്കെ പായ്ക്കിടുന്ന കാര്യം ഡൈ ഒക്കെ ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഇതിനകത്ത് വന്നു എന്തോന്ന് അപ്പോഴത്തേക്ക് കോൾ വന്നു. ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞത് അവിടെ അറിഞ്ഞു. എൻ്റെ ഭഗവാനെ, ഞാനങ്ങ് പേടിച്ചു പോയി. വേറൊരു കാര്യത്തിന് വിളിച്ചതായിട്ടോ. ഇരിക്കത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. അവരൊക്കെ പിന്നെ ഇങ്ങനെ വെയിൽ കൊള്ളുമല്ലേ. ഹെൽമെറ്റ് വെച്ചാൽ തലയിലെ മുടി മൊത്തം ഫുൾ എൻ്റെ അണ്ണൻ നല്ല കട്ട മീശ. അതൊക്കെ കണ്ടാണ് ഈ സൂപ്പ് കേട്ടോ കല്യാണം കഴിച്ചത്. നല്ല കട്ട മീശയുള്ള ചെറുക്കനായിരുന്നു. നല്ല ഒത്തിരി മുടി ഉണ്ടായിരുന്നു. നമ്മുടെ ചേച്ചിമാർക്ക് നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇപ്പം പ്രായമൊക്കെ ആയി വരുമ്പോൾ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടല്ലോ. പക്ഷെ നല്ല മുടിയായിരുന്നു കേട്ടോ. നല്ല കട്ട മീശയും, നല്ല മീശ എപ്പോഴും കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ വെട്ടിക്കളയാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. എനിക്ക് കട്ട മീശയുള്ള ചെറുക്കന്മാരെ ഇഷ്ടമാണ്. അതൊക്കെ കണ്ടാണ് ഈ സുപ്പു എൻ്റെ സുരേഷനെ കല്യാണം കഴിച്ചത്. ഇപ്പം മുടിയൊക്കെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയി. ഈ ഹെൽമെറ്റൊക്കെ വെക്കുന്നത് കൊണ്ടായിരിക്കാം, അതിൻ്റെയൊക്കെ ആ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവും. നമുക്കും ഇപ്പം ദേഷ്യം വരും, അങ്ങോട്ട് ഇറങ്ങിയ ഹെൽമെറ്റും വെച്ചോളൂ. ഞാൻ പറയും എൻ്റെ മുല്ലപ്പൂ പോവും, എൻ്റെ മുടി പന്നലാവും. നമ്മൾ സെറ്റാക്കി അങ്ങോട്ട് പോകും. അന്നേരം എന്നോട് പറയും മര്യാദയ്ക്ക് എടുത്ത് വെച്ചോടി, എൻ്റെ ഈ പൈസയൊന്നും ഇല്ല അടയ്ക്കാൻ എന്ന് പറയും. ഞാൻ പിന്നെ ഗത്യന്തരമില്ലാതെ അങ്ങ് എടുത്ത് വയ്ക്കും. പിന്നെ ഇവിടെ ഒന്നും ഞാൻ വെക്കത്തില്ല. പിന്നെ നമ്മൾ റോഡിലോട്ട് പോകുമ്പോൾ പക്ഷെ നമ്മുടെ സേഫ്റ്റിക്ക് തന്നെയാണ് ഹെൽമെറ്റ് വെക്കാൻ പറയുന്നത്. പക്ഷെ നമ്മളത് അനുസരിക്കുന്നുണ്ടോ? എന്തായാലും വെച്ചല്ലേ പറ്റത്തുള്ളൂ.
എൻ്റെ എന്താ ഞാൻ ഇന്നാൾക്കൊന്ന് ചെയ്തതാണ്, നമ്മുടെ കെമിക്കലൊന്നും ഇല്ലാത്ത ഡൈ ഒന്ന് അടിച്ചു വെച്ചതാണ്. ഇപ്പം ദേ ഇവിടെയൊക്കെ വരുന്നുണ്ട്. അപ്പോഴത് ഞാൻ ചെയ്യുന്നത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരും. അപ്പം ഞാൻ ചെയ്യുന്നത് മാത്രമേ ഞാൻ നിങ്ങളെ കാണിച്ചു തരത്തുള്ളൂ. അതെനിക്ക് 2-3 ദിവസം കൊണ്ട് വിചാരിക്കും. പക്ഷെ ഞാൻ ചെയ്യുന്നത് എളുപ്പം നമുക്ക് ചെയ്യാം. ഞാൻ ഇന്നാളിലും ഇപ്പോൾ 1 മാസം ആയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോഴും മോൻ പറഞ്ഞ അമ്മയ്ക്ക് ഇവിടെയൊക്കെ വെള്ളയായി തുടങ്ങി കേട്ടോ. അപ്പോഴത് ഇനി ഒന്ന് ചെയ്ത് നമുക്ക് പരട്ടണം. ഉണ്ട് ഫുള്ള് നമുക്ക് പ്രായം ഇത്രയൊക്കെ ആയില്ല. ഇനിയിപ്പോൾ നര വരാതിരിക്കാനൊന്നും ഉള്ള കാരണമുണ്ട്. നരയൊക്കെ വരും നമുക്ക്. ഒരു പ്രായമൊക്കെ ആകുമ്പോൾ നമുക്ക് നരയൊക്കെ വരുവിടെ അല്ലേ. പക്ഷെ ഒരു നര വരുമ്പോഴത്തേക്ക് എനിക്കങ്ങ് പേടി. പക്ഷെ ഞാൻ വയസ്സായെന്നൊക്കെയുള്ള ഒരു ഇതാണ്. പക്ഷെ ഒന്നുമല്ല, വയസ്സായവരൊന്നുമല്ല. ഇപ്പം കുഞ്ഞു പിള്ളേർ വരെ നരയ്ക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. നരയ്ക്ക് പിന്നെ നമ്മൾ എന്തെല്ലാം കെമിക്കലുകളൊന്നും ഇല്ലാത്ത ഡൈയൊക്കെയാണ് നമ്മളൊക്കെ ചെയ്യുന്നതല്ലേ. പക്ഷെ അതൊന്നല്ല, ഞാൻ മറ്റേത് ഇതുവരെ തേച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഓരോന്നോരോന്ന് കുറുക്കിയൊക്കെയാണ് ഇപ്പം നമ്മൾ ഡൈ ചെയ്യുന്നത്. ഞാൻ എൻ്റെ മുടിയിൽ ഒന്നും പറ്റിയിട്ടില്ല വേറെ കേട്ടോ. നമ്മൾ വാങ്ങിക്കുന്ന ഡൈയൊന്നും ഇതുവരെ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ടിപ്പ്, സുപ്പുവിൻ്റെ ഈ കുഞ്ഞു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുമോ? സത്യം പറ. ഇല്ലെങ്കിൽ ഞാൻ മുല്ലക്കമ്പ് കൊണ്ട് നല്ലൊരു അട്ടി. എളുപ്പത്തിലുള്ളതല്ലേ കാണിച്ചിരുന്നത്. അപ്പോൾ ചെയ്ത് നോക്കിക്കൂടെ? ചോറും കറിയൊക്കെ വെച്ചിട്ട് ചേച്ചിമാർക്കൊക്കെ എന്താ. പിന്നെ ഒരു കാര്യം പറയാം, ഉച്ചയ്ക്ക് ഉറങ്ങരുത്. എനിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന പെൺപിള്ളേരെ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഇഷ്ടമേ അല്ല. ആ സമയത്ത് എന്തെങ്കിലും പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പാട്ടുകൾ, വല്ല പാട്ടോ പേപ്പർ കിട്ടുമെന്നെങ്കിൽ അതൊക്കെ വായിച്ചുകൊണ്ടിരിക്കണം. ഉച്ചയ്ക്ക് കിടന്നുറങ്ങരുത് കേട്ടോ. അത് നല്ല ശീലമല്ല. പിന്നെ വെളുപ്പാങ്കാലത്തൊക്കെ എഴുന്നേൽക്കുന്നവരാണെങ്കിൽ ഇത്തിരി ഒന്ന് പറയും. ഞാനും വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കുന്നത്. ഇപ്പോൾ എനിക്ക് തീരെ ഉറക്കമില്ല. മക്കളെയൊക്കെ വിടുന്നതിന് നമുക്ക് രാവിലെ എഴുന്നേൽക്കണ്ടേ. ഇപ്പം ഞാനും എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ പകൽ കിടന്നുറങ്ങത്തില്ല കേട്ടോ. ഭയങ്കര അസ്വസ്ഥതയാണ് എനിക്ക് പകൽ കിടന്നുറങ്ങിയ. തല്ലിക്കൊന്നാൽ എനിക്ക് ഉറക്കം വരത്തില്ല. പക്ഷേ എന്നാൽ ഞാനിത് നമ്മുടെ വീഡിയോ ഒക്കെ ഇത് ചെയ്യത്തില്ലേ, ആ സമയത്ത് എനിക്കങ്ങ് ഉറക്കം വരിക. എന്താണെന്നറിയത്തില്ല. നമ്മുടെ വീഡിയോ എല്ലാം കൂടെ കൂട്ടി എല്ലാം ശരിയാക്കത്തില്ല. ആ സമയത്ത് എൻ്റെ പൊന്നെ എനിക്കങ്ങ് ഭയങ്കര ഉറക്കം വരും. അത് എവിടെ നിന്ന് വരുന്ന ഉറക്കമാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പെട്ടെന്ന് വീഡിയോ ഇടണമല്ലോ എന്ന് പറയും. പെട്ടെന്ന് ഞാനിങ്ങനെ ഞെട്ടിയോണെന്ന് പിന്നെയും നമ്മൾ എല്ലാം ചെയ്താണ് ഉച്ചയ്ക്കങ്ങോട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ പുതിയ കൂട്ടുകാർ സുപ്പുവിനെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സുപ്പുവിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്ത് തരണം. പിന്നെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണം. അപ്പോഴേ ഇന്നത്തെ ടിപ്പൊക്കെ ചെയ്ത് നോക്കുമെന്ന് വിശ്വാസത്തോടെ നാളെ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് വരാം കേട്ടോ. നല്ല വിശേഷങ്ങളുമായിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയുള്ളായിരുന്നു കേട്ടോ. നാളെ കാണാം ഇനി നല്ല വിശേഷങ്ങളുമായിട്ട്.